സോ വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ നോട്ട്സ്. അടുത്തൊരു 5 AM ക്ലബിലേക്ക് സ്വാഗതം. ഉണർന്നങ്ങനെ എണീറ്റ് ഉന്മേഷത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കുറച്ച് ലെൻസുമായി വരികയാണ്. 2 ലെൻസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എല്ലാം പോകുന്നത്. അപ്പോൾ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുക. അപ്പോൾ അതിലേക്ക് ആദ്യം നിങ്ങളെ പതിവ് പോലെ സ്വാഗതം ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ് എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തെ ഏറ്റവും അവസാനത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു. തുടക്കത്തിലെ ഈ ചോദ്യത്തെ ഞാൻ ഏറ്റവും അവസാനത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് എവിടേക്കാണ്? ലെൻസ് എന്താണ് എന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ദർപ്പണത്തിൽ നിന്ന് ലെൻസിനെ വിഭിന്നമാക്കുന്നത് ഈ പറഞ്ഞ ഘടകമാണ്. എന്തായിരുന്നു? ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. അതായത് പ്രകാശത്തിന് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഇനി ഈ 2 ലെൻസിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലെൻസിന്റെ ഉപരിതലങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗോളത്തിന്റെ ഭാഗമായിരിക്കും. സാങ്കല്പികമാണെങ്കിൽ പോലും ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള സുതാര്യ മാധ്യമങ്ങളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ലെൻസ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ലെൻസ് എന്ന് പറയുന്നത്. ഈ ലെൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വന്നുമാണ്. എന്തൊക്കെയാ? കോൺകേവ് എന്നും കോൺവെക്സ് എന്നുമാണ് 2 തരത്തിലുള്ള ലെൻസുകളുടെ പേര്. ഇനി നമുക്ക് അതിൻ്റെ ഒരു മലയാളം ടേമിലേക്ക് എത്തുമ്പോഴാണ്, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി നിങ്ങൾ PSC എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ ഡിഗ്രി ലെവൽ ഒഴികെയുള്ള മറ്റെല്ലാം ഭരണഭാഷ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം ടേമുകളോട് നമുക്ക് ഇത്തിരി കൂടെ കുറച്ചുകൂടെ കൂടുതൽ ഫെമിലിയറൈസ് ആവാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് അവതല ലെൻസാണ്, 2 ഉത്തല ലെൻസാണ്. ഈ ഉത്തലം എന്ന് പറയുന്ന വാക്കിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു മറ്റൊരു വാക്ക് ഉപരിതലം എന്നൊക്കെ ഓർമ്മിച്ചാൽ മതി തന്നെ. ഈ ഉപരിതലം എന്താണ്? പുറത്തേക്ക് തള്ളിയ തരത്തിലുള്ള ലെൻസ് അറിയപ്പെടുന്ന പേരാണ് ഉത്തല ലെൻസ്. ഇനി അവതലം, അകത്തേക്ക് കുഴിഞ്ഞ തരത്തിലുള്ള തലമുള്ള ലെൻസ് അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? അവതല ലെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഉറപ്പിക്കുന്നു കോൺകേവ് എന്ന് പറയുന്ന സംഗതി ആരാണ്, കോൺവെക്സ് ആരാണ് എന്നുള്ള കാര്യം ഇവിടെ വെച്ച് തന്നെ ഉറപ്പിക്കുന്നു. കോൺവെക്സ് എന്നുള്ളത് ഉത്തല ലെൻസാണ്. ഓക്കെ അല്ലടാ, കോൺവെക്സ് എന്നുള്ളത് ഉത്തല ലെൻസാണ്. കോൺകേവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? അവതല ലെൻസ്. ഓക്കെ അല്ലടാ, കോൺകേവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു അവതല ലെൻസ്. ഒന്നുകൂടെ, കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന പേര് അവതല ലെൻസ് എന്നാണ്. കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന പേരെന്തെന്നായിരുന്നു? ഉത്തല ലെൻസ് എന്നുമാണ്. സോ മൂവിങ് ഓൺ, ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം വേണമെങ്കിൽ ഒരു ലെൻസ് ഞാനിങ്ങനെ വരച്ചു വയ്ക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് കരുതൂ തൽക്കാലത്തേക്ക്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ അല്ലടാ, മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ മാപ്പൊന്നുമല്ല, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് പ്രകാശിക കേന്ദ്രം. എന്തായിരുന്നടാ? മധ്യബിന്ദു അറിയപ്പെടാൻ പോകുന്ന പേരാണ് എന്ത്? പ്രകാശിക കേന്ദ്രം. സോ എന്താണ് ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിന്റെ മധ്യബിന്ദു. ഓക്കെ അല്ലടാ, മധ്യമാണ് കേട്ടോ, മറ്റേതാ. മധ്യബിന്ദു അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? പ്രകാശിക കേന്ദ്രം. ഒന്നുകൂടെ, ഒരു ലെൻസിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്ന പേരാണ് പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെന്റർ. 2, എന്താണ് വക്രതാ കേന്ദ്രം എന്നുള്ള കാര്യം നോക്കാം. അതായത് ഇപ്പൊ നിങ്ങളൊരു ലെൻസ് എടുത്തു. ഈ ലെൻസ് ഒരു ഗോളത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സാങ്കല്പികമായിട്ടുള്ള ഒരു ഗോളത്തിന്റെ ഭാഗമാണ് ഈ ലെൻസ് എന്ന് പറഞ്ഞു. ലെൻസിന്റെ ഉപരിതലം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഉപരിതലത്തിനൊരു കേന്ദ്രം ഉണ്ടാവില്ലേ അല്ലേ? അല്ലെങ്കിൽ ആ ഗോളത്തിനൊരു കേന്ദ്രം ഉണ്ടാവില്ലേ? അത്തരത്തിൽ ഇവിടെ 2 ഗോളങ്ങൾ ചേർന്നപ്പോഴാണ് എന്തായിരിക്കുന്നത്? ലെൻസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം 2 വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തോന്നാ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിന്റെ വശങ്ങൾ ഭാഗമായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രം. ലെൻസിന്റെ വശങ്ങൾ ഭാഗമായി വരുന്ന ഇമാജിനറി സ്ഫിയർ, ഇതൊരു ഗോളമാണ് എങ്കിൽ ആ ഗോളത്തിന്റെ കേന്ദ്രം, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് ഒരു ഗോളം ഉണ്ടാവും. ആ ഗോളത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് എന്താ? വക്രതാ കേന്ദ്രം. അപ്പോൾ ഒന്നുകൂടെ പറയൂ, എന്തോന്നാ വക്രതാ കേന്ദ്രം? ലെൻസിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ലെൻസിന്റെ ഉപരിതലങ്ങൾ ഭാഗമായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? വക്രതാ കേന്ദ്രം എന്ന് പറയുന്ന സംഗതി. 3ാമത്തെ ടേം എന്ന് പറയുന്നത് മുഖ്യ അക്ഷമാണ്. എന്താണ് മുഖ്യ അക്ഷം എന്നുള്ള കാര്യം കൂടെ നോക്കാം. ഇവിടെ 2 വക്രതാ കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ 2 വക്രതാ കേന്ദ്രങ്ങളും കണ്ട് പരിചയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 വക്രതാ കേന്ദ്രങ്ങളെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 2F എന്നാണ്. ലെൻസിന്റെ കേസ് ആയതുകൊണ്ട് മാത്രം 2F എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 2F-ലൂടെയും പിന്നെന്തായിരുന്നു? ഈ പ്രകാശിക കേന്ദ്രത്തിലൂടെയും 2 വക്രതാ കേന്ദ്രത്തിലൂടെയും പിന്നെന്തായിരുന്നു? പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന ആ നേർരേഖയെ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് മുഖ്യാക്ഷം. അപ്പോൾ എന്തായിരുന്നു മുഖ്യാക്ഷം എന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. എന്തായിരുന്നു മുഖ്യാക്ഷം? ഒരു ലെൻസിന്റെ 2 വക്രതാ കേന്ദ്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖയെ വിളിക്കുന്ന പേരായിരുന്നു മുഖ്യാക്ഷം.
ഒന്നുകൂടെ, രണ്ട് വക്രതാ കേന്ദ്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്താ? മുഖ്യ അക്ഷം. അപ്പോൾ 3 ടേം ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ലെൻസുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് കരുതുക, ഒരു കോൺ കേവ് ലെൻസ് ആണെന്ന് കരുതുക. കോൺ കേവ് ലെൻസ് ആണെന്ന് കരുതുക. അകത്തേക്കാണ് ഉപരിതലം കുഴിഞ്ഞിരിക്കുന്നതെങ്കിൽ അതാണ് കോൺകേവ് ലെൻസ്. ആ കോൺകേവ് ലെൻസിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ വിളിച്ച പേരാണ് ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം. ഇനി പറഞ്ഞു ഇവന്റെ ഉപരിതലം 2 സാങ്കല്പിക ഗോളങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഗോളങ്ങളുടെ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്താ? വക്രതാ കേന്ദ്രം. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ മാർക്ക് ചെയ്തു 2F. ഈ വക്രതാ കേന്ദ്രത്തിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ വിളിച്ച പേരായിരുന്നു എന്ത്? മുഖ്യ അക്ഷം. 3 ടേം കിട്ടിയോ? പ്രകാശിക കേന്ദ്രം എന്തായിരുന്നു? ലെൻസിന്റെ മധ്യബിന്ദു. പ്രകാശിക കേന്ദ്രം ലെൻസിന്റെ മധ്യബിന്ദു. മാറ്റിയേ. രണ്ടാമത്തെ ടേം എന്തായിരുന്നടാ? ഗോളം ഭാഗമായി വരുന്ന അല്ലെങ്കിൽ ഉപരിതലം ഭാഗമായി വരുന്ന ഗോളത്തിന്റെ കേന്ദ്രത്തെ വിളിച്ച പേരായിരുന്നു വക്രതാ കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ വക്രതാ കേന്ദ്രവും നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ ടേമായിട്ട് പറഞ്ഞു മുഖ്യ അക്ഷം. 2 വക്രതാ കേന്ദ്രങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ, അതായത് മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു മുഖ്യ അക്ഷം. ഇത്രയും പരിപാടി സെറ്റാണ്. ലെൻസുമായി ബന്ധപ്പെട്ട 3 ടേം പരിചയപ്പെട്ടെ. പ്രകാശിക കേന്ദ്രം, അതുപോലെ വക്രതാ കേന്ദ്രം, ഒപ്പം മുഖ്യ അക്ഷം എന്ന് പറയുന്ന മൂന്നാമത്തെ ടേം. സോ മൂവിങ് ഓൺ. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസിലേക്കാണ്. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ ചിത്രം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ വരച്ച ലെൻസ് ഇതുപോലെ ആയിരുന്നോ? ചെറിയ അല്ലേ സിമിലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ മലയാളം വേർഡ് നമുക്കറിയാം, ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസാണ്. ഇവിടേക്ക് മുഖ്യ അക്ഷം ദാ പോയിരിക്കുന്നതാ. ഇത് 2F ആണ്, അതായത് ഇതൊരു വക്രതാ കേന്ദ്രമാണ്. അപ്പുറത്തെ വശത്ത് ഒരു വക്രതാ കേന്ദ്രമുണ്ട്. വക്രതാ കേന്ദ്രങ്ങളിൽ യോജിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രം ഇതായിരിക്കുന്നു. ഇതിലൂടെ കടന്നുപോയ നേർരേഖയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? മുഖ്യ അക്ഷം. മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി വളരെ അടുത്തൂടെ പ്രകാശ രശ്മികൾ എന്ത് ചെയ്യാണ്? സമാന്തരമായി പതിക്കുകയാണെന്ന് കരുതുക. കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് കൺവെർജിങ് ലെൻസ് എന്നാണ്, അല്ലെങ്കിൽ സംവ്രജന ലെൻസ് എന്നാണ്. ഇവൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഇവൻ എന്ത് ചെയ്യുമെന്നറിയാം? ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിക്കും. ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഖ്യ ഫോക്കസ്. ഓക്കെ ആണോ? അപ്പോൾ കോൺവെക്സ് ലെൻസിലേക്ക് മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികൾ. ഒന്നുകൂടെ, മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ. ഒന്നുകൂടെ, മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം റിഫ്രാക്ഷന് വിധേയമാവുമല്ലോ. അപവർത്തനത്തിന് ശേഷം ഇതേ മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു മുഖ്യ ഫോക്കസ്. ഒന്നുകൂടെ നോക്കണം. മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. സെറ്റാണ്. ഒന്നുകൂടെ, കോൺവെക്സ് ലെൻസിന്റെ ആർക്ക് മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി വരുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? അപവർത്തനത്തിന് ശേഷം മുഖ്യാക്ഷത്തിലെ തന്നെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ കൂടിച്ചേരുന്ന ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു മുഖ്യ ഫോക്കസ്. ആരുടെ? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. സെറ്റാണ്. ഒന്നുകൂടെ പറ. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി വരുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? അപവർത്തനത്തിന് ശേഷം മുഖ്യാക്ഷത്തിൽ തന്നെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ ബിന്ദുവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്ന സംഗതി. ടേം ക്ലിയർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഫിഗർ മാത്രം വിഷ്വലൈസ് ചെയ്താൽ മതി. കോൺവെക്സ് പാരലായിട്ട് വരുന്നു, റിഫ്രാക്ഷന് വിധേയമാവുന്നു, ഒറ്റ പോയിന്റിലേക്ക് കൺവെർജ് ആവുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരുന്നു. ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്ന സംഗതി. സെറ്റ്. സോ മൂവിങ് ഓൺ. അവിടെ നിന്ന് കോൺകേവിലേക്ക്, സ്വാഭാവികമായിട്ട് അതാണല്ലോ അടുത്ത് വരേണ്ടത്, കോൺകേവിലേക്ക്. സമാന്തരമായി വരികയാണ് പ്രകാശരശ്മി. പതിവ് പോലെ മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി പ്രകാശരശ്മി വരികയാണ്. അപവർത്തനത്തിന് വിധേയമാവും. തർക്കമില്ലാത്ത കാര്യം, അപവർത്തനത്തിന് വിധേയമായി. പക്ഷെ വിധേയമായ ശേഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച, ഇവൻ എന്ത് ചെയ്യാണ്? പരസ്പരം ഇങ്ങനെ അകന്ന് എങ്ങോട്ടെങ്കിലും, അതായത് പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പുറകിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എമർജ് ചെയ്യുന്നത് പോലെ ആക്കി. ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി നമുക്ക് തോന്നും. ഓക്കെ അല്ലേ? അതായത് പ്രകാശരശ്മി കടന്നു വന്ന അതേ പാതയിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. ആ ബിന്ദുവിനെ നമ്മൾ വിളിച്ച പേര് ഡോട്ടഡ് ലൈനാണ്, ഇമാജിനറി ആണ്, തോന്നുവാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. ഓക്കെ ആണോ? മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു, നമുക്കറിയാം. ഇവ പതനരശ്മികളുടെ അതേ വശത്ത്, പതനരശ്മി എവിടെ നിന്നാണോ പതിക്കുന്നത് അതേ വശത്ത് ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. കമ്പയർ ചെയ്ത് നിർബന്ധമായും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. അതായത് ഈ ടോപ്പിക്ക് ഇനി നിങ്ങൾക്ക് നോക്കേണ്ട അവസ്ഥ വരരുത്. ഞാൻ ഇതും കൂട്ടി 5 ടേമാണ് മൊത്തത്തിൽ പറഞ്ഞത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെ. ഏത് ലെൻസ് ആയാലും ലെൻസിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? പ്രകാശിക കേന്ദ്രം. ലെൻസിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പ്രകാശിക കേന്ദ്രം. പ്രകാശിക കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തെന്നാ? ഒപ്റ്റിക് സെന്റർ എന്നാണ്.
രണ്ടാമത് പറഞ്ഞു ഒരു ലെൻസിൻ്റെ രണ്ട് ഉപരിതലത്തിൻ്റെയും പ്രത്യേകത എന്തായിരുന്നടാ, അവനൊരു സാങ്കല്പിക ഗോളത്തിൻ്റെ ഭാഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗോളങ്ങളുടെ കേന്ദ്രം രണ്ട് വശത്ത് രണ്ട് ഗോളങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഗോളങ്ങളുടെ കേന്ദ്രത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. മൂന്നാമത് പറഞ്ഞ മുഖ്യ അക്ഷം. ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് എവിടെ കൂടെ പ്രകാശിക കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, മുഖ്യ അക്ഷം എന്ന് പറയുന്ന സാധനം. 3 ടേമുകളായ ഒന്ന് പ്രകാശിക കേന്ദ്രം ലെൻസിൻ്റെ മധ്യബിന്ദു, 2 വക്രതാ കേന്ദ്രം ലെൻസിൻ്റെ ഉപരിതലം ഭാഗമായ സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രം വക്രതാ കേന്ദ്രം, 3 ഈ 2 വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ എന്തായിരുന്നു പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വക്രതാ കേന്ദ്രങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന നേർരേഖയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, മുഖ്യ അക്ഷം എന്ന് പറയുന്ന സംഗതി. ഇനി പറഞ്ഞു മുഖ്യ ഫോക്കസ്. ആദ്യം സംസാരിച്ചത് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസിനെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്? മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു വിധേയമായ ശേഷം അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ തന്നെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ ബിന്ദുവിനെ വിളിച്ച പേരായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അതുപോലെ നമ്മൾ പറഞ്ഞു കോൺകേവിന്റെ മുഖ്യ ഫോക്കസ്. മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. പക്ഷേ ഇവ എന്ത് ചെയ്യുന്നു, പതനരശ്മികളുടെ അതേ വശത്തെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. ഇത്രയും കാട് കയറി ഡെഫിനേഷൻ കാണാതെ പഠിക്കേണ്ട, കോൺസെപ്റ്റ് മാത്രം ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി. ഡെഫിനേഷൻ വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലിക്കായി അങ്ങ് പൊക്കോളും, വേറെ വലിയ പരിപാടിയില്ല. കൺഫ്യൂഷൻ ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. സോ നൗ ഫോക്കസ് ദൂരം. എന്താണ് ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നിട്ട്? നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഫോക്കസ് എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. ഈ ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിലെ ഈ അകലം, ഓക്കെ അല്ലേ, ലെൻസിനും ഫോക്കസിനും ഇടയിലുള്ള ഈ അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, ഫോക്കസ് ദൂരം എന്ന് പറയുന്നിട്ട്. ഓക്കെ ആണോ? അപ്പോൾ എന്തായിരുന്നു മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിലുള്ള ഈ അകലം അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്, മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നിട്ട്. സോ മൂവിങ് ഓൺ, അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഫോക്കസ് ദൂരത്തിലേക്കാണ്. ഓക്കെ, ഓൾറെഡി ഒന്നുകൂടെ പറയാം. പ്രകാശിക കേന്ദ്രത്തിന് മുഖ്യ ഫോക്കസിനും ഇടയിലെ അകലമാണ്. ഒരു ലെൻസ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ ഫോക്കസ് നിങ്ങൾക്കിപ്പോൾ അറിയാം, സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ കൂടിച്ചേരുന്ന ബിന്ദുവാണ് ആ ഫോക്കസ്. അപ്പോൾ ഫോക്കസിൽ നിന്ന് പ്രകാശിക കേന്ദ്രത്തിലേക്കുള്ള ഈ അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഫോക്കസ് ദൂരം എന്ന് പറയുന്ന സംഗതി. ഇനി കൃത്യമായി ഈ 2 ലെൻസിനെ നമ്മളൊന്ന് ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ 2 ടേബിളും പഠിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയ്ക്കകത്തു നിന്നുള്ള പകുതിയിൽ കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. അതിലാദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കോൺകേവ് ലെൻസിനെയാണ്. ആരായിരുന്നു? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് നിങ്ങൾക്കറിയാം, അവതല ലെൻസ് അല്ലേ? കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് അവതല ലെൻസ്. ഇംഗ്ലീഷിലെ ടേം ഡൈവർജിങ് ലെൻസറാ. അതായത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡൈവർജിങ് എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു, പരസ്പരം അകറ്റുക എന്നുള്ളതാണ്. ഡൈവർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അകറ്റുക എന്നുള്ളതാണ്. കോൺകേവിന്റെ പ്രത്യേകത എന്തായിരുന്നു, സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ്. സോ ഇറ്റ് ഇസ് ഓൾസോ കാൾഡ് ആസ് ഡൈവർജിങ് ലെൻസ്. ഇതിന്റെ മലയാളമാണ്, പ്രോപ്പർ മലയാളം വേർഡാണ് വിവ്രജന ലെൻസ്. ഓക്കെ അല്ലടാ, ഡൈവർജിങ് ലെൻസ് അഥവാ വിവ്രജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കോൺകേവ് ഒന്നുകൂടെ പറയൂ, കോൺകേവിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ പറയൂ. കോൺകേവ് അറിയപ്പെടുന്ന ശരിയായ പേര് അവതല ലെൻസ് എന്നാണ്. ഇനി പറഞ്ഞു ഇറ്റ് ഇസ് ഓൾസോ കാൾഡ് ആസ്, അത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൈവർജിങ് ലെൻസ് എന്നാണ്. ഇതേ ഡൈവർജിങ് ലെൻസിന്റെ മലയാളം വേർഡിങ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, വിവ്രജന ലെൻസ് എന്നുള്ള ടേമായിട്ട് പറഞ്ഞു. മൂന്നാമത് പറയുന്നു സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. ഇല്ല അല്ലേ, ഒരേ വേർഡ് മീനിങ് ആണ്. അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് വേറെ ഒന്നും പറയാനില്ല. സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നവനാണ് കോൺകേവ്. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ മിഥ്യ നിവർന്നത്. എപ്പോഴും കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇനി അതിനോട് ചേർത്ത് തന്നെ പറയേണ്ട ഒരു പോയിന്റ്, മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ അത് നിവർന്നതും കൂടെ ആയിരിക്കും. മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ അത് നിവർന്നതും കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. സോ അപ്പോൾ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ, ആകെ കോൺകേവിന് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതുമായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ഇൻവേഴ്സ് മീനിങ് എന്തായിരുന്നാ, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയില്ല ആർക്ക്, കോൺകേവ് ലെൻസിന്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലടാ, ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇതിപ്പോൾ വലിയ പേരാണേ, ഇംഗ്ലീഷിൽ കോൺകേവ് എന്ന് എഴുതുമ്പോൾ 7 അക്ഷരങ്ങളോളം ഉണ്ട്. കോൺകേവ് എന്ന് എഴുതുമ്പോൾ എത്ര അക്ഷരമുണ്ട്, 7 അക്ഷരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 7 അക്ഷരങ്ങളിൽ, കോൺകേവിനകത്തുള്ള 7 അക്ഷരങ്ങളിൽ ഷോർട്ട് ചെറുത്, അതായത് ഷോർട്ട് സൈറ്റ് പരിഹരിക്കുക. ചെറിയ അസുഖം ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ വലിയ ലെൻസ് കോൺകേവ്. ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ വലിയ ലെൻസ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. അതേപടി അത് അപ്പുറത്തും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടെ കമ്പയർ ചെയ്യാം.
ഓഫ് ടു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസിലേക്ക് സ്വാഗതം. പ്രതിപതന തലം അല്ലെങ്കിൽ ഉപരിതലങ്ങളുടെ പ്രത്യേകത പുറത്തേക്ക് തള്ളിയ ലെൻസ് അറിയപ്പെടുന്ന പേരാണ് കോൺവെക്സ്. ശരിയല്ലേ? കോൺവെക്സ് ആണ് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. എന്തായിരുന്നു? സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞു. അത്തരത്തിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺവെർജിംഗ് ലെൻസ് എന്നാണ്. കൺവെർജിംഗ് ലെൻസിന്റെ തനി മലയാളം സംവ്രജന ലെൻസ്. എന്തായിരുന്നു? സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നു. സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഇവൻ എന്ത് ചെയ്യുന്ന ഒരു ബിന്ദുവിലേക്ക് കൂട്ടിച്ചേർക്കും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ഇനി പറഞ്ഞു പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ. ഇവിടെ എല്ലാം പോവും. കോൺവെക്സിന്റെ പ്രത്യേകത ഇവിടെ എല്ലാം പോകും. അതായത് യഥാർത്ഥമാണെങ്കിൽ തലകീഴ്, RI ചേർത്ത് പറയുന്ന 2 അക്ഷരങ്ങളാണ് RI. റിയൽ ആണെങ്കിൽ ഇൻവെർട്ടഡും കൂടെ ആയിരിക്കും. യഥാർത്ഥം തലകീഴായത്. അതുപോലെ തന്നെ മിഥ്യ നിവർന്നത്, വെർച്വൽ എറക്റ്റ്. സോ 4 സവിശേഷതകൾ: യഥാർത്ഥം തലകീഴായത്, മിഥ്യ നിവർന്നത്. ഇത്തരത്തിൽ എല്ലാ സവിശേഷതകളും ഉള്ള പ്രതിബിംബത്തെ ഉണ്ടാക്കാൻ കഴിയും ആർക്ക്? കോൺവെക്സിന്. ഫൈനലി പറഞ്ഞു, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 6 അക്ഷരമേ ഉള്ളൂ. കോൺകേവ് എഴുതുമ്പോഴത്തേക്ക് 7 അക്ഷരം ഉണ്ടല്ലോ. കോൺവെക്സ് ചെറിയ പേര്. ചെറിയ പേരിന് വലിയ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഓക്കെ അല്ലേ? ഹ്രസ്വദൃഷ്ടി ചെറിയ ഷോർട്ട് സൈറ്റഡ്നെസ് പരിഹരിക്കാൻ വലിയ ലെൻസ് കോൺകേവ്. അതുപോലെ ദീർഘദൃഷ്ടി വലിയ ലോങ് സൈറ്റഡ്നെസ് പരിഹരിക്കാൻ ചെറിയ ലെൻസ് ആര്? കോൺവെക്സ് എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. കമ്പാരിസൺ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ സംഗതി. അതായത് ഈ പറഞ്ഞ കമ്പാരിസൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ പറയാം, കോൺകേവും കോൺവെക്സും നമ്മൾ ടേബിളിലേക്ക് നോക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. കോൺകേവ്, കോൺവെക്സ്. കോൺകേവ് എന്തായിരുന്നാ? അകത്തേക്ക് കുഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേര് അവതല ലെൻസ് അല്ലേ? അവൻ്റെ സവിശേഷത എന്തായിരുന്നു? സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പരസ്പരം ഡിവോഴ്സ് ചെയ്യിക്കുന്നു, അകറ്റുന്നു. അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൈവർജിംഗ് ലെൻസ്. ഡൈവർജിംഗ് ലെൻസിന്റെ മലയാളം നിങ്ങൾക്കറിയാം. എന്തായിരുന്നു? ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞു എന്തെന്നായിരുന്ന വിവ്രജന ലെൻസ്. ഓക്കെയാണ്. സോ അതിനുശേഷം പറഞ്ഞു സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് ആകെ 2 സവിശേഷത: മിഥ്യയായിരിക്കും, നിവർന്നതുമായിരിക്കും. ഏറ്റവും അവസാനം പറഞ്ഞതാ കോൺകേവ് വലിയ ലെൻസ്, 7 അക്ഷരങ്ങളുള്ള വലിയ ലെൻസ് ആണ്. ആ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത് എവിടെയായിരുന്നു? ഹ്രസ്വദൃഷ്ടി, ചെറിയ അസുഖം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ക്ലിയർ? കോൺവെക്സിലേക്ക് വാ. കോൺവെക്സിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? പുറത്തേക്ക് തള്ളിയതാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ആണ്. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ആണ്. ഈ കോൺവെക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തെന്നായിരുന്നടാ? ഈ വരുന്ന പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ കൺവെർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നു. അതിന്റെ മലയാളം എന്തായിരുന്നു? സംവ്രജന ലെൻസ്. സംവ്രജനം ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നു. ശേഷം അതിന്റെ തന്നെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞു സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും അല്ലെ? പാരലൈറ്റ് എന്തായിരുന്നു? പ്രിൻസിപ്പൽ ആക്സിസിന് മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ 4 പറഞ്ഞാൽ യഥാർത്ഥം തലകീഴ്, മിഥ്യ നിവർന്നത്. ഇങ്ങനെ ഇവിടെ എന്തും പോവും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ചെറിയ പേരാണ് കോൺവെക്സ്. വെറും 6 അക്ഷരമേ ഉള്ളൂ കോൺവെക്സിന്. വലിയ അസുഖം ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്, അതുമല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്ന ആരായിരുന്നു? അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഉപയോഗങ്ങളൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. ഒറ്റ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് പിടിക്കാൻ വേണ്ടിയിട്ട് പോണേ. അതായത് കോൺകേവിൻ്റെ ഉപയോഗങ്ങൾ മാത്രം നമ്മൾ നമ്പർ ഇട്ടങ്ങ് പഠിക്കുകയാണ്. കോൺകേവിൻ്റെ ഉപയോഗം, കോൺകേവ് ലെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം വാതിലിൽ ഉപയോഗിക്കുന്ന സ്പൈ ഹോളിലെ ഉപയോഗിക്കുന്ന ലെൻസാണ് എന്ത്? കോൺകേവ്. സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ആണ്. അതുപോലെ പറയുന്നു ഗലീലിയൻ ടെലസ്കോപ്പിനകത്ത് ഐപീസിൽ ഉപയോഗിക്കുന്ന ലെൻസും കോൺകേവ് ആണ്. ഒന്നുകൂടെ, വാതിലിലെ സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്, ഒപ്പം ഗലീലിയൻ ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ആണ്. ഇനി എന്ത് വന്നാലും കോൺവെക്സ്. ധൈര്യമായിട്ട് എഴുതിക്കോ. ഇനി എന്ത് വന്നു കഴിഞ്ഞാലും കോൺവെക്സ്. അതായത് മാഗ്നിഫയിങ് ലെൻസ്, വസ്തുക്കളെ വലിപ്പം കൂട്ടി കാണിക്കുന്നത് കോൺവെക്സ്. അങ്ങനെയാണെങ്കിൽ ബേണിംഗ് ഗ്ലാസ് നമുക്കറിയാവുന്നതുപോലെ എന്തായിരുന്നു? സമാന്തരമായിട്ടുള്ളതിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കൂലേ? വിദൂരതയിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ നമുക്ക് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ബേണിംഗ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ആര് തന്നെയാണ്? കോൺവെക്സ് തന്നെയാണ്. മാഗ്നിഫയിങ് എന്നൊരു പർപ്പസ് പറഞ്ഞടേ. അപ്പോൾ പിന്നെ എവിടെയൊക്കെ വരും? ക്യാമറ, അതും അല്ലെങ്കിൽ എന്തായിരുന്നു പ്രൊജക്ടർ, അതും അല്ലെങ്കിൽ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ് തുടങ്ങി സകലമാന സന്ദർഭങ്ങളിലും കോൺവെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെയാണ്. സോ അപ്പോൾ കോൺവെക്സിൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, പ്രൊജക്ടർ, ക്യാമറ, മാഗ്നിഫയിങ് ഗ്ലാസ്, ഹാൻഡ് ലെൻസ്, ബേണിംഗ് ഗ്ലാസ് തുടങ്ങി അല്ലെങ്കിൽ ബേണിംഗ് ലെൻസ് തുടങ്ങി സിമ്പിൾ മൈക്രോസ്കോപ്പ് തുടങ്ങി എന്ത് സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ആണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, കോൺകേവ് ആണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. കോൺകേവ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങൾ സ്പൈ ഹോൾ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഒപ്പം എന്തായിരുന്നു? ഗലീലിയൻ ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ബാക്കി എന്ത് വന്നു കഴിഞ്ഞാൽ അത് കോൺവെക്സ്.
ഓക്കെ അല്ലേ? ബാക്കി എന്ത് വന്നു കഴിഞ്ഞാൽ അത് കോൺവെക്സ്. ക്ലിയർ ആണ്. അപ്പോൾ ഉപയോഗങ്ങളും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എടാ ആ ടേബിൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആലോചിച്ചേക്കണം. ആ ഒരു പോയിന്റ് ആലോചിച്ചതിന് ശേഷം അത് ഏത് ലെൻസിൻ്റേതാണെന്ന് ഉറപ്പിക്കുന്നിടത്ത് പരിപാടി ഇവിടെ അവസാനിക്കും. നമ്മൾ ടേമുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ നേരം വരെയും സംസാരിച്ചത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? പ്രകാശിക കേന്ദ്രം, വക്രതാ കേന്ദ്രം. അവിടെ നിന്ന് നമ്മൾ പിന്നീട് പോയത് മുഖ്യ അക്ഷം. അത് 3 ടേം ഒരുമിച്ച് പറഞ്ഞു. രണ്ടുപേരുടെയും ഫോക്കസിനെ പറ്റി പറഞ്ഞു. കോൺവെക്സിൻ്റെ ഫോക്കസ് എന്തായിരുന്നു? സമാന്തരം ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും. മറ്റേതാണെങ്കിലോ സമാന്തരം ഒരു ബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ അകലും, അതൊരു ബിന്ദുവിൽ നിന്ന് അതേ വശത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ തോന്നും എന്നുള്ളതായിരുന്നു കോൺകേവിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. രണ്ടുപേരെ നമ്മളൊന്ന് കമ്പയർ ചെയ്തു. കോൺകേവ് അറിയപ്പെടുന്ന പേര് അവതല ലെൻസ് എന്നാണ്, കോൺവെക്സ് അറിയപ്പെടുന്ന പേര് ഉത്തല ലെൻസ് എന്നാണ്. ഒരു ബിന്ദുവിലേക്ക് സമാന്തരമായി വരുന്നവരെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ കോൺവെക്സ് അറിയപ്പെടുന്ന പേര് എന്തെന്നായിരുന്നു? സംവർജന ലെൻസ് എന്നാണ്, ഓർ കൺവെർജിംഗ് ലെൻസ് എന്നാണ്. ഇനി കോൺവെക്സ് എവിടെ ഉപയോഗിക്കും? ചെറിയ പേരല്ലേ. അപ്പോൾ വലിയ അസുഖത്തിന് ലോങ് സൈറ്റഡ്നെസ്സിൽ കോൺവെക്സ് ഉപയോഗിക്കും. ഷോർട്ട് സൈറ്റഡ്നെസ് ചെറിയ അസുഖത്തിന് വലിയ ലെൻസ് കോൺകേവ് ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺ നമ്മൾ പറഞ്ഞതാണ്. സോ മൂവിങ് ഓൺ, അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇന്നത്തെ നമ്മുടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക്, അതായത് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക്. സോ P is equal to 1/f. എടാ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണെന്ത്? ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. പവർ P is equal to 1/f എന്നുള്ളതാണ് സമവാക്യവും, പ്രശ്നമില്ല. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലെൻസിൻ്റെ പവറിൻ്റെ SI യൂണിറ്റ് എന്നുള്ളത് എന്തായിരുന്നു? ഡയോപ്റ്റർ ആണ്. നമുക്ക് തർക്കമില്ല. അപ്പോൾ ഒന്നുകൂടെ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം. പക്ഷേ അവിടെ ഞാനൊരു ചെറിയ ആഡ് ഓണും കൂടെ പറയുകയാണ്. മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം അറിയപ്പെടുന്ന പേരാണ് പവർ. ഒന്നുകൂടെ മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് പവർ എന്ന് പറയുന്ന സംഗതി. ഓക്കെയാണ്. സോ ലെൻസിൻ്റെ പവറിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നടാ? ഡയോപ്റ്റർ ആണ്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പവർ. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പവർ. ഞാൻ എഴുതിയ ഫോക്കസ് ദൂരം F is equal to 50 സെൻറ്റിമീറ്റർ. പറഞ്ഞിരുന്നു മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം. സോ ഈ പറഞ്ഞ സാധനത്തിന് മീറ്ററിലേക്ക് ആക്കാനായി ഞാൻ എന്ത് ചെയ്യുന്നതാ? ഒരു 100 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? 100 കൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 50 ഡിവൈഡഡ് ബൈ 100. ഇവിടെ വെച്ച് വേണമെങ്കിൽ ഒരു രീതി ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം? ക്യാൻസലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 0.5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ P is equal to സമവാക്യം നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ 1/f, അതായത് 1/0.5. പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 10/5 വിൽ ഗിവ് യു +2D +2 ഡയോപ്റ്റർ. ഒരു രീതി. അല്ല എങ്കിൽ ഇതേ ചോദ്യത്തെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലൂടെ അഡ്രസ്സ് ചെയ്യാം. ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഇവിടെ മറ്റൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാം. അതായത് ഫോക്കസ് ദൂരം 50 സെൻറ്റിമീറ്റർ അല്ലേ? ഫോക്കസ് ദൂരം 50 സെൻറ്റിമീറ്റർ. ഇതിനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? മീറ്ററിലേക്ക് ആക്കാനായി 50 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. 100 മീറ്റർ ആയല്ലോ ഓൾറെഡി. ഇനി എനിക്കറിയേണ്ടത് P is equal to 1/f എന്നുള്ളതല്ലേ, അതായത് റെസിപ്രോക്കൽ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസി എടുത്താൽ മതി, അതായത് ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. 100 ഡിവൈഡഡ് ബൈ 50 വിൽ ഗിവ് യു എത്ര? നേരിട്ട് കിട്ടി +2 ഡയോപ്റ്റർ. ഓക്കെ ആണോ? രണ്ടും ഒന്ന് തന്നെടാ. ഒരു സ്റ്റെപ്പ്, അതല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാൻ അത് നല്ല അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഞാനപ്പോൾ ഇത് അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ മറ്റൊരു സന്ദർഭം കൂടെ പറയാം. അതായത് 25 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം തന്നിരിക്കുന്നതെന്ന് കരുതുക. ഫോക്കസ് ദൂരം 25 സെൻറ്റിമീറ്റർ ആയ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ കണ്ടെത്താനാണ് ചോദ്യം. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫോക്കസ് ദൂരത്തിന് എന്തിലോട്ട് കൊണ്ടുവരിക? മീറ്ററിലോട്ട് കൊണ്ടുവരിക. സോ 25 ഡിവൈഡഡ് ബൈ 100. ഒരു രീതി, ആദ്യം പറഞ്ഞ രീതിക്ക് അനുസരിച്ചാണെങ്കിൽ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2 പ്ലേസ് മാറ്റി. 100 ആയതുകൊണ്ട് 2 പ്ലേസ് മാറ്റിയിട്ടൊരു പോയിന്റ് കൊടുത്തു, 0.25. അപ്പോൾ മീറ്ററിലേക്കായി. ഇനി എന്ത് ചെയ്താൽ മതി? P is equal to 1/f ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1/0.25. പ്ലേസ് വാല്യൂ മാറ്റാനായിട്ട് ഞാൻ ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലും 100. ദാറ്റ് വിൽ ഗിവ് യു 100 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് ഇസ് +4 ഡയോപ്റ്റർ. ഒരു രീതി. മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞ എന്തെന്നായിരുന്നടാ? ഫോക്കസ് ദൂരം 25 സെൻറ്റിമീറ്റർ അല്ലേ? +25 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഫോക്കസ് ദൂരത്തിനെ മീറ്ററിലേക്ക് ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? 25 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. ഇനി P is equal to 1/f ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് 100 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് വിൽ ഗിവ് യു എത്ര കിട്ടും? 4 ഡയോപ്റ്റർ. ഓക്കെ അല്ലേ?
ഇത് നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഏത് ചോയ്സ് നിങ്ങളുടേതാണ്, ഏത് രീതിയിലാണെന്ന് വെച്ചാൽ എഴുതുക. സോ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫോക്കസ് ദൂരത്തിനെ മീറ്ററിലാക്കിയിട്ടുള്ള ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാൻ. മീറ്ററിലാക്കാതുള്ള ഒരു ഉത്തരവും കൂടെ അതിനകത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒന്ന് എന്താണ് ശ്രദ്ധിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ. സോ അപ്പോൾ അവസാനിപ്പിക്കുന്നു. പവർ P = 1/F എന്നുള്ളതാണ് സമവാക്യം. ഓർക്കേണ്ടത് ഇത്രമാത്രം, ഫോക്കസ് ദൂരത്തിൻ്റെ മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമോണന്തര പവർ എന്നുള്ളത്, പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. സോ വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ മുഴുവൻ നിങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ നല്ല പ്ലാനുകളും മനോഹരമായി നിർവഹിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. സോ ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ടാറ്റ.